ഞാൻ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ജിൻഡോ ആയിരുന്നു ഇഷ്ടം. അപ്പൊ ജിൻഡോക്ക് ട്രോഫി കിട്ടിയതും നല്ല മെസ്സേജ് കൊടുത്തത്, ഫിസിക്കലായിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങൾ വാക്കുകളുണ്ട് ചെയ്താൽ. അപ്പോൾ ആ മെസ്സേജാണോ നല്ല മെസ്സേജ് എന്ന് മസ്താനി ഉദ്ദേശിക്കുന്നത്? അവർ വെച്ച് ബിസിനസ് ചെയ്ത് കൊണ്ടുവന്നത് ആ വ്യക്തിയെ തന്നെയാണ്. പക്ക ബിസിനസ് ചെയ്തത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് ചെയ്തത്. കഹി കെട്ടിട്ട് ജാസ്മിന് ട്രോഫി കൊടുക്കണം എന്ന് പറയുന്ന പോലെ അതേ ഉള്ളൂ അവിടെ. ബെറ്റർ ആയിട്ട് കളിച്ച ഒരാളാണ് ജിൻഡോ. എനിക്ക് തോന്നുന്നില്ല. ജനവിധി പ്രകാരമാണ് ആൾക്കാർ ഔട്ട് ആകുന്നത്. എനിക്ക് വിശ്വാസമില്ല. ലാലേട്ടൻ പറയുന്നതല്ല ഞാൻ വിശ്വസിക്കണമെന്നുണ്ട്. അകത്ത് നിങ്ങൾക്ക് ഗെയിമർ അപ്പം പറയാൻ പറ്റുമോ ഞാനല്ല ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ പറയാൻ പറ്റുമോ? ആ ചോദ്യം തന്നെ മസ്താനിയുടെ തെറ്റാണ്. മസ്താനി ചോദിക്കുന്ന എല്ലാം ശരിയാണെന്ന് പറയണമെന്നില്ല. ജിൻഡോക്ക് കപ്പ് കിട്ടുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഗെയിമർ എന്ന രീതിയിൽ അത് ഗെയിമർ എന്ന രീതിയിലേക്ക് എങ്ങനെ അറിയാം? എടാ ഞാൻ അതിനകത്ത് പോയ ആളല്ലേ, ഞാൻ ഗെയിം കളിക്കാൻ പോയ ആളല്ലേ. ഒരു ദിവസം ബിഗ് ബോസ് പോയിട്ടുണ്ടോ മസ്താനി? ഒരു പക്ഷേ ജാസ്മിൻ ആദ്യമേ ഈ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജി അല്ലാതെ വരികയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഗെയിം കളിക്കുന്ന ഒരാളെ സ്ക്രീൻ സ്പേസ് വരത്തുള്ളൂ, പക്ഷേ അത് നെഗറ്റീവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ ഗെയിം കളിച്ച വ്യക്തിക്കാണ് അവിടെ ട്രോഫി കൊടുക്കേണ്ടത്. തുടക്ക സമയത്ത് ഇപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ എല്ലാവരും ചേർന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മണ്ടൻ എന്ന് മുദ്ര കുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പുള്ളി മണ്ടൻ എന്ന് അതിൽ പറയാൻ കാര്യം, പുള്ളി ചില കാര്യങ്ങൾ മണ്ടത്തരം പോലെയല്ലേ അവിടെ പ്രവർത്തിക്കുന്നത്. ഫിറോസ് ഖയുടെ ഒരു പാർട്ട്ണറാണ് ആ ജാസ്മിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ പുറത്ത് ഫിറോസ്ക്ക് ഉണ്ട്, അകത്ത് പോയിട്ട് ഇതേപോലുള്ള സ്ട്രാറ്റജി കാണിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടുന്നത് ഈ പറഞ്ഞ ലവ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. ഒരു പക്ഷേ എൻ്റെ പാർട്ട്ണർ ജാസ്മിൻ അല്ല എൻ്റെ ലവറായിരുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിവാദങ്ങളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. കാരണം ഇപ്പോൾ അദ്ദേഹം കുറേ ഇൻ്റർവ്യൂസും വീഡിയോസൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് സ്വാഗതം ചെയ്യാം ഫിറോസ് ഖാൻ. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? വിശേഷം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെ രാജകുമാരൻ എന്നൊരു പട്ടപ്പേര് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല, അത് അങ്ങനെ ആയിപ്പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നടിച്ച് പറയും. കാരണം നമുക്ക് ചില സത്യങ്ങൾ നമ്മൾ പേടിച്ച് നിന്ന് പറയേണ്ട ആവശ്യമില്ല. അത് തുറന്ന് പറയുന്നത് കാരണം അത് വിവാദമായി മാറുന്നതാണ്. മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, കാരണം മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിനെ ബാധിക്കും. അല്ലെങ്കിൽ അവരുടെ അവരുടെ പിന്നെ ജോലി, അല്ലെങ്കിൽ അവരുടെ ഇനിയുള്ള ചാൻസുകൾ കുറയാനൊക്കെ പല തുറന്നു പറച്ചിലുകളും അത് ബാധിക്കും അവരെ മൈനസായിട്ട്. അതുകൊണ്ട് ചിലർ നട്ടൽ വളച്ച് നിന്നിട്ട് കണ്ണടച്ച് ചില സത്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായോ? നമുക്ക് എന്താണോ സത്യം അത് പറഞ്ഞിട്ടുള്ള ചാൻസുകളൊക്കെ മതി. അതുകൊണ്ട് തന്നെ ഒരു 10 ചാൻസ് എനിക്ക് വരുവാണെങ്കിൽ 9 എണ്ണം തട്ടിപ്പോയിട്ട് ഒരെണ്ണം എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ എനിക്ക് ജീവിക്കാൻ ഒരെണ്ണം മതി, മനസ്സിലായോ? ഇപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ അഭിപ്രായം പറയുകയും തുറന്ന് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളെന്ന നിലയിൽ ഇതേപോലുള്ള അവസരങ്ങൾ ഇല്ലാതാകുമ്പോൾ അതിനൊരു ഭയമുണ്ടോ? എന്തിനു ഭയക്കുന്നത്? ഈ ലോകത്ത് നമുക്ക് സത്യത്തിൽ എനിക്കില്ലാത്തൊരു കാര്യം ഭയം എന്നുള്ളതാണ്. അത് ഭയക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് ഭയക്കുന്നത്. അല്ലാതെ ലോകത്ത് ഒന്നിലും ഞാൻ ഭയക്കുന്ന ഒരാളല്ല. എൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കാത്തിടത്തോളം കാലം എനിക്കൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ഈ തുറന്നു പറച്ചിലുകൾ നടത്തുന്ന സമയത്ത് ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പം അവിടെ നിന്ന് ഇങ്ങനെ ശത്രുത ഉണ്ടാകാനും മറ്റുള്ള ആൾക്കാർക്ക് ഒരു ശത്രുത ഫീൽ ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ശത്രു എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനെയും ഒരാൾക്ക് പിന്നെ മിത്രമായി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് അവൻ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല അഭിനേതാവ്, ജീവിതത്തിൽ അഭിനയിക്കുന്നവന് മാത്രമേ എല്ലാവരെയും മിത്രങ്ങളായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഇപ്പം മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്, ഒരുപക്ഷെ മസ്താനിക്ക് മമ്മൂട്ടിയായിരിക്കും ഇഷ്ടം, മനസ്സിലായി? അങ്ങനെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ എല്ലാ മനുഷ്യനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവർക്കും ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം എടുത്താലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മസ്താനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതാണ് ക്യാമറാമാൻ ഞാൻ പറയുന്നത് 100 പേരെയോ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ പേരെയും ഇഷ്ടപ്പെടുത്തി ഒരാൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പോകുന്നവൻ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, നല്ലൊരു കള്ളനായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ നോക്കാറില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്ന എന്താണോ സത്യം, എന്താണോ അല്ലെങ്കിൽ ശരി എന്താണോ അത് ഞാൻ തുറന്ന് പറയാൻ
നാണക്കേടും എനിക്കില്ല. എനിക്ക് ഈ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ എനിക്ക് സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്നെ അത്ര ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് പറഞ്ഞു, എടാ നിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ കുറച്ച് കുറയ്ക്കണം, കാരണം അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ബിഗ് ബോസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വരുന്നപ്പോൾ ഇപ്പം ഈ പുതിയതായിട്ടൊരു വീഡിയോ ഉണ്ട് ഇൻസ്റ്റയിൽ, അതിനകത്ത് 2000 സംതിങ് കമൻറ്റ് ഉണ്ടെങ്കിൽ 2033 കമൻറ്റ് ഉണ്ടെങ്കിൽ 2000 തെറിവിളിയും 31 മാത്രം അതും എൻ്റെ കൂട്ടുകാർ നല്ലത് പറയുന്നതാണ്. മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ സത്യത്തെ ഞാൻ മാറ്റി പറയണമെന്നില്ല. മനസ്സിലായി? എനിക്ക് കമൻറ്റ് നോക്കിയിട്ടല്ല എൻ്റെ ജീവിതം. ഈ സൈബർ പുള്ളിങ് എന്നെ ബാധിക്കില്ല, കാരണം ഞാൻ കമൻറ്റ് വായിച്ചാലല്ലേ എന്നെ അത് ബാധിക്കത്തുള്ളൂ. ഞാൻ അതിലൊന്നും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, അതായത് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. അത് എവിടെയായാലും പറയും, മരിക്കുന്നത് വരെയും പറയും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും ഹോട്ട് ന്യൂസ് അത് തന്നെയാണ്. കാരണം ബിഗ് ബോസ് സീസൺ 6 കുറിച്ചിട്ട് ഇതുവരെയുള്ള എല്ലാ സീസണിലെ കോണ്ടസ്റ്റൻസും ഒരുപാട് ഒരുമിച്ച് നിന്നിട്ട് അതിനെതിരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു സീസണിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരാളാണ് ഫിറോസ് ഖാൻ. പല രീതിയിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഈ ഒരു സീസൺ ഈ 6-നെതിരെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, എതിരെ എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമ്മൾ ചില കാര്യങ്ങൾ അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതിനകത്തുള്ള ഒരു വ്യക്തിയോടും എനിക്ക് പേഴ്സണലി ഒരു കണക്ഷനും ഇല്ല. ഇപ്പം ഞാൻ ഒരു വ്യക്തി അതിനകത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക്. അദ്ദേഹത്തെക്കുറിച്ചൊന്നും എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പുകഴ്ത്തി പറയില്ല, ഞാൻ വിട്ടൊരു വ്യക്തി പറഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഗെയിം കളിക്കുന്നതനുസരിച്ച് ഗെയിമറായി മാത്രമാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഈ വ്യക്തിപരമായിട്ട് ആരോടത്തും എനിക്ക് സ്നേഹവും ഇല്ല, വിരോധവും ഇല്ല. അതിനകത്ത് ഞാനൊരു കാര്യം പറയണമെങ്കിൽ അത് അവരുടെ ഗെയിമിനെ വിലയിരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ 16 അല്ലെങ്കിൽ 20 പേര് അവരത്രയും പേരും അവിടുത്തെ ഗെയിമേഴ്സാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ. അതിനെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പ്രതികൂലമോ എതിരെന്നില്ല. അത് മനസ്സിലാവും. നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അത് പ്രതികൂലമായി പറയുന്നു, എതിരെന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയില്ല. അപ്പോൾ അത് മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ മോഹൻലാലിനെ എനിക്കിഷ്ടമാണ്. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ആ മോഹൻലാലിനെ ഇഷ്ടപ്പെടണമല്ലോ, മമ്മൂട്ടി ഇഷ്ടമാണ്. പലർക്കും പല ഇഷ്ടങ്ങളാണ്. അപ്പം ഞാൻ ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി പറയുകയും മറ്റേ ഒരാൾ ചെയ്ത തെറ്റുകളും പറയുമ്പോൾ ആ തെറ്റുകൾ പറയുന്ന ആളുടെ ആർമിക്കാരും അവരും വന്നിട്ട് എനിക്കെതിരെ തെറി പറയും. ഒന്നുമില്ല, അത് അവരുടെ ഇഷ്ടം, അവർ പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ കമൻറ്റുകൾക്ക് അടിയിൽ ചെന്നിട്ട് അഥവാ ഞാൻ 1-2 കമൻറ്റിന് മറുപടി ഇട്ടാലും ഒരിക്കലും പ്രൊവോക്ഡായിട്ട് ഒരു മറുപടി ഞാൻ ഇടാറില്ല. ഞാൻ വളരെ രസകരമായിട്ടാണ് നിങ്ങൾ ഏതെങ്കിലും അങ്ങനെ കമൻറ്റുകൾക്ക് അടിയിൽ ചെന്ന് ഒന്നാമത് കമൻറ്റ് വായിക്കാറില്ലാത്ത ഒരാളാണ്. ഇനി അഥവാ 1-2 വായിച്ചു പോയാൽ തന്നെ അതിൻ്റെ അടിയിൽ ഞാൻ എഴുതുന്ന എന്താണെന്ന് നിങ്ങൾ നോക്കും. ഒരിക്കലും പ്രൊവോക്ഡ് അല്ല. ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, അവർ തെറി ഭാഷ ഉപയോഗിക്കുന്നത് അവരുടെ ക്വാളിറ്റിയാണ്. മനസ്സിലായി? ഇപ്പോൾ കമൻറ്റ് എഴുതുന്നതിൽ ചിലർ മാക്സിമം നമ്മളെ എങ്ങനെ മുറിവേൽപ്പിക്കുക എന്ന് കരുതിയിട്ടാണ് ഈ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കത് മുറിവാണോ ഇല്ലയെന്നുള്ളത് ഞാൻ തീരുമാനിക്കണം. എനിക്ക് ചിലതൊക്കെ കേട്ട് ഞാൻ ചിരിക്കാറുണ്ട് ചില സാധനങ്ങളൊക്കെ. പിന്നെ കഴിവും നമുക്ക് അതിന് കൊടുക്കാനൊരു സമയമില്ല. ഈ കമൻറ്റുകൾ വായിച്ചുകൊണ്ടിരിക്കാൻ ഒന്നും സമയമില്ല. അപ്പോൾ പ്രതികൂലം എന്ന് പറഞ്ഞത് അനുകൂലം എന്ന് പറഞ്ഞിട്ട് സാധനമില്ല. അതിൽ കാണുന്ന ചില കാര്യങ്ങൾ സത്യമായി നമ്മൾ അത് എൻ്റെ കാഴ്ചപ്പാട് സത്യമെന്ന് തോന്നുന്ന കാര്യം പറയും, തെറ്റെന്ന് തോന്നുന്ന കാര്യം പറയും. അത്രയേ ഉള്ളൂ. ഞാനൊരു ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും അറിയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ആണ് ഏറ്റവും പുതിയൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പം അതിലൊരു ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഉപയോഗിച്ച് കുറേ കോണ്ടന്റ് ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിന് കപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഫിറോസ് ഖാൻ. അപ്പം എന്തായിരുന്നു അത് പറയാനുണ്ടായിരുന്ന ഒരു പ്രചോദനം? ഒരു പ്രചോദനമില്ല, അതിനകത്തുള്ള സത്യം മാത്രം. ഞാൻ ഈ ഒരു ലാസ്റ്റത്തെ ഒരു 1-2 ആഴ്ചത്തെ എപ്പിസോഡുകളേ ഉള്ളൂ ഞാൻ കാണാതായുള്ളത്. കാരണം അത് കുറച്ച് വർക്കുകളായതുകൊണ്ടാണ് കാണാതെ പോയത്. ബാക്കിയെല്ലാം ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ വിലയിരുത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ എൻ്റെ പഴയ പല ഇൻ്റർവ്യൂ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ 3 പേര് തന്നെയാണ് ഈ അവസാന ഇതിലേക്ക് എത്തിയത്. അർജുനും ജിൻഡോയും ജാസ്മിനും ഞാൻ പറഞ്ഞത്. പക്ഷേ സ്ഥാനങ്ങൾ മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പോലും എനിക്കൊരു ഇഷ്ടം തോന്നുന്ന കണ്ടസ്റ്റൻറ്റ് എന്ന് പറയുന്നത് തമ്മിൽ ഭേദമാണ്. ഇവരെ ഇപ്പോൾ ഏറ്റവും മോശം സീസണായിരുന്നു ഈ 6 എന്നുള്ളത്. അതിൽ ഒന്നും അത്ര ഒരു ബിഗ് ബോസിന് പറ്റിയ കണ്ടസ്റ്റൻറ്റേ അല്ല ഒരാളും. ഒരുപക്ഷെ ജാസ്മിൻ ആദ്യമേ ഈ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജി അല്ലാതെ വരികയാണെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അവൾ തുടക്കത്തിലെ അത്തരം ഒരു നെഗറ്റീവിലേക്ക് വന്നു, അല്ലെങ്കിൽ നെഗറ്റീവിൽ പോർട്രേറ്റ് ചെയ്യപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനെ ഒന്നും എനിക്കങ്ങനെ വലിയ രീതിയിൽ പറയാൻ പറ്റില്ല കഴിഞ്ഞ ബിഗ് ബോസുകളെ അപേക്ഷിച്ച്. അപ്പോൾ ഈ ജിൻഡോ ഒരിഷ്ടം തോന്നുന്നത് ജിൻഡോയോടായിരുന്നു. പക്ഷേ പുള്ളൊരു ഗെയിമറല്ല. ഒരു ഗെയിമർക്ക് വേണ്ട ചില സംഭവമുണ്ട്. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ഗെയിമറിന് വേണ്ട ചില സാധനങ്ങളുണ്ട്. അവിടെ അവരെ തമ്മിൽ ഭേദം നമ്മുടെ ജാസ്മിനായിരുന്നു. കാരണം ജാസ്മിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള വശങ്ങളെയാണ്
ഇവർ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചു. ഒരാൾക്ക് പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട്. അതെങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. അദ്ദേഹം ചെയ്തതെല്ലാം ഒന്നും പിന്നെ ഈ നെഗറ്റീവ് മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചെയ്യും. അവർ പക്ഷേ നെഗറ്റീവിനെ മാത്രം എടുത്തിട്ട് ഇപ്പം ഹൈജീനിക്ക് പോലെയുള്ള കുളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് തുമ്മുന്ന, ചായൽ തുമ്മിടുന്ന, ഇതൊക്കെയാണ് അവർ അതൊരു അവരെ സംബന്ധിച്ചൊരു ലേഡി കൂടിയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് അത് ബാധിക്കും എന്തായാലും. മനസ്സിലായി? അവർ ഒന്നുമില്ലല്ലോ, അവരെ റിലേറ്റീവ്സ്, അവരുടെ പേരൻസിനെയൊക്കെ ബാധിക്കുന്ന സാധനമാണ് അതൊക്കെ. പിന്നെ അതുകൂടാതെ തന്നെ ലവ് സ്ട്രാറ്റജി അത് വളരെ മോശം തന്നെയാണ്. കാരണം അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ലവ് സ്ട്രാറ്റജിയാണ്. പക്ഷേ അതിനെ തന്നെയാണ് 24 hours നമ്മൾ കണ്ടോട്ടേ ഇരുന്നത് അതിനകത്ത്. മനസ്സിലായി? അപ്പം ആ സ്ക്രീൻ സ്പേസ് കംപ്ലീറ്റ് എടുത്തതും ഇവരാണ്. ഇവരെ വെച്ചിട്ടാണ് ബിസിനസ് ചെയ്തതും ഒക്കെയും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ബിഗ് ബോസ് കൊണ്ടുപോയത് ഒരേ ഒരാളാണ്. ഈ നെഗറ്റീവായാലും അതൊരു ഗെയിമാണെന്നല്ലോ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് കാണിച്ചാലും അതൊരു ഗെയിമാണ് അല്ലേ? അത് ആ സ്ക്രീൻ സ്പേസിൽ വരണമെങ്കിൽ ഈ ഗെയിം കളിക്കുന്ന ഒരാളെ സ്ക്രീൻ സ്പേസിൽ വരത്തുള്ളൂ. പക്ഷേ അത് നെഗറ്റീവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ആ ഗെയിം കളിച്ച വ്യക്തിക്കാണ് അവിടെ ട്രോഫി കൊടുക്കേണ്ടത്. അല്ല സേഫായിട്ട് നിന്നതും വളരെ അങ്ങനെയല്ല അവിടെ ട്രോഫി കൊടുക്കേണ്ടിയിരുന്നത്. പുള്ളി സെക്കൻഡ് വരാമായിരുന്നു. ജാസ്മിൻ ആയിരുന്നു ഫസ്റ്റ് കൊടുക്കേണ്ടത്, തേർഡിൽ അർജുൻ മറ്റു. അങ്ങനെയായിരുന്നു നമ്മുടെ ആ എപ്പിസോഡ് കണ്ട രീതിയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പം എല്ലാം ഞാൻ പറയുന്ന പോലെ വരണമെന്നല്ല അതിനകത്ത്. മനസ്സിലായോ? അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ ബാഹുബലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ പ്രഭാസ് അഭിനയിക്കുന്ന ക്യാരക്ടർ, പ്രഭാസാണ് നായകൻ, ബാഹുബലി അമരേന്ദ്ര ബാഹുബലി എന്ന അതിനകത്ത് പേര്. പക്ഷേ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ല പെർഫോമൻസ് പുള്ളി ആ സിനിമയിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടും ആ വാറിലൊക്കെ ഏറ്റവും നല്ല പെർഫോമൻസും കാഴ്ചവെക്കുന്നത് ആരാണ്? കട്ടപ്പയോ? ഇതെവിടെ നിന്നിരിക്കുന്നേ? നീ പണം കണ്ടില്ലേ? അതിനകത്ത് നമ്മള് ആ സിനിമയിൽ വില്ലനുണ്ട്. ആ വില്ലനാണ് ആ പേരറിയാലോ. അപ്പൊ അദ്ദേഹത്തിനെയാണ് അവിടെ ഒരു സമയത്ത് രാജാവാക്കുന്നത്. അറിയാവോ? കിരീട അവകാശി പുള്ളിയാണ്. കിരീടം കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ്. പക്ഷെ ഏറ്റവും നല്ല പെർഫോമർ ആരായിരുന്നു? ബാഹുബലിയാണ് അല്ലേ? അപ്പോൾ പുള്ളിക്ക് കിരീടം കൊടുത്തെന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ വിജയിച്ച ആൾക്കാണല്ലോ കിരീടം കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാൾ താഴ്ന്നതായിട്ട് നമ്മളെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ആര്? ബാഹുബലി താഴ്ന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നാൽ കിരീടം കൊടുത്ത അതിനകത്ത് മോശം പെർഫോം ചെയ്ത ഒരാൾക്കല്ലേ? ചില സമയത്ത് അങ്ങനെ ഉണ്ടായിപ്പോയെന്നതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടല്ലോ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പം ആ ഒരു വിഷയം നമ്മൾ സംസാരിച്ച് തുടങ്ങി. അത് നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ട് സംസാരിക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഫണ്ണി ഡിബേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി ഞാൻ ബിഗ് ബോസ് സീസൺ 6 ആരുടെയും ഫാനല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ജാസ്മിൻ കപ്പടിക്കണം എന്നിക്ക പറഞ്ഞത് എന്നുള്ള കാരണങ്ങൾ, ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഇക്കാക്ക് വാദിക്കാം, ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തും വാദിക്കാം. ജസ്റ്റ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു ഡിബേറ്റ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വെച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ TRP കൂട്ടുന്ന കണ്ടന്റ് കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ സൈൻ ചെയ്തിട്ടാണല്ലോ ഇതിലേക്ക് കയറുന്നത്. എങ്ങനെ വേണമെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ കുറെ കണ്ടന്റ് കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന്റെ കണ്ടന്റ് എങ്ങനെയാണ് കേരളം സ്വീകരിച്ചതെന്ന് നമുക്ക് പുറമെയുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇക്ക പറഞ്ഞത് ശരിയാണ്. തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ സംസാരിക്കുന്നതും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതും ജാസ്മിനെ കുറിച്ചാണ്. പക്ഷെ അത് നല്ലൊരു മെസ്സേജ് എന്ന രീതിയിലല്ല ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ട്രോഫി കൊടുക്കണമെന്ന് നമുക്ക് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റില്ല. ബിഗ് ബോസിലോ ഞാൻ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ജിൻഡോ ആയിരുന്നു ഇഷ്ടം. അപ്പൊ ജിൻഡോക്ക് ട്രോഫി കിട്ടിയതും നല്ല മെസ്സേജ് കൊടുത്തത്. എന്നിട്ടാണോ ഇതേ ജിൻഡോ അവിടെ തെറിവാക്കുകൾ ഉപയോഗിച്ച് സ്ത്രീകളുടെ അടുത്ത് വളരെ മോശമായി സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് പറയട്ടെ, ലാലേട്ടൻ വന്നിട്ട് പണിഷ്മെന്റ് വരെ കൊടുത്ത് എത്രയോ പ്രൊഫഷനുകളിൽ ഫിസിക്കലായിട്ട് പുള്ളി ചെയ്ത കാര്യങ്ങൾ, വാക്കുകളുണ്ട് ചെയ്ത കാര്യം. അപ്പോൾ ആ മെസ്സേജ് ആണോ നല്ല മെസ്സേജ് എന്ന് മസ്താനി ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങനെ ഇപ്പം ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ്. ഒരു സൗന്ദര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ ഒരാളെ വിഷയം അല്ല ഞാൻ പറയുന്നത് വെച്ചാല് ജിൻഡോ ശരിയാണ്, ബോഡി ക്രാഫ്റ്റ് ജിം ആ ഒരു റിലേറ്റഡ് ആണ്. പക്ഷെ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്ന നിലയിൽ ഈ കുട്ടി ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ജിൻഡോ എന്ന വ്യക്തിയുടെ നിറത്തിനെ വെച്ചിട്ടും അയാളുടെ ഒരു രൂപത്തെ വെച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിച്ച ഒരാൾ കൂടിയാണ്. എന്താ കരിഞ്ഞ മാലാഖയോ കരിഞ്ഞ മീനോ അങ്ങനെ എന്തോ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജാസ്മിൻ ഈ ജിൻഡോനെ തല്ലിയ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തിരിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു റിമാർക്കുകൾ ഉണ്ടായില്ലേ? അങ്ങനെയാണെങ്കിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജാസ്മിൻ കാണിച്ച ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ജാസ്മിൻ കാണിച്ചത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമല്ല കാണിച്ചത്. അപ്പോൾ പോലും ഒരു ബ്യൂട്ടിഫുള്ളായ കാര്യം കാണിച്ച ഒരാളും അതിനകത്തില്ല.
മനസ്സിലായി. പിന്നെ നമ്മൾ ചെന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആദ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഈ കരഞ്ഞ് കാല് പിടിക്കുന്നവരും അല്ലെങ്കിൽ നെഞ്ചത്തടിച്ച് കരയുന്നതും ഈ പിന്നെ മറ്റേ മെലോ ഡ്രാമ കാണിക്കുന്നവരുടെ ഒന്നും വേദിയല്ല. ആദ്യം അത് മനസ്സിലാക്കേണ്ട, ഓഡിയൻസ് കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ വളരെ മറ്റേ ദയനീയത കാണിച്ച് നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമേ അല്ല അത്. അവിടെ ശക്തമായി ഗെയിം കളിക്കുന്നവരാണ് വിൻ ചെയ്യേണ്ടത്. അത് നമ്മൾ മലയാളം നിങ്ങൾ മറ്റ് ഭാഷകൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഏറ്റവും നല്ല ബിഗ് ബോസ് നടക്കുന്നത് ഹിന്ദിയിലാണ്. നിങ്ങളവിടെ അടക്കം കറക്റ്റ് ബിഗ് ബോസിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ജസ്റ്റ് അത് കണ്ടാൽ മതി. അപ്പോൾ ചോദിക്കും ഇവിടുത്തെ കൾച്ചർ മാറ്റമാണെന്ന്. കൾച്ചർ മാറ്റമാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പോലെ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഇവിടെ വരാൻ പാടില്ല. ബിഗ് ബോസ് ഇവിടുത്തെ കൾച്ചറിൽ പറ്റിയ സാധനമല്ല ബിഗ് ബോസ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിയാണെന്ന് വെച്ചിട്ട് ഫുട്ബോൾ കളിക്കുന്ന കണക്കാണ്. ഫുട്ബോൾ കളിയാണോ കാണേണ്ടത് അന്നേരം? അങ്ങനെയല്ല. ഓരോ പ്ലാറ്റ്ഫോമിന് യോജ്യമായ രീതിയിൽ നമ്മൾ മനസ്സിനെ പരുവപ്പെടുത്തുക. മനസ്സിലായി. ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമുക്കറിയാം ഇതിൽ ഷാജി കൈലാസിൻ്റെ ഷോട്ടുകളായിരിക്കത്തില്ലെന്ന്. മനസ്സിലായി. അതുപോലെയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാക്കുക, അതറിഞ്ഞ് കളിക്കുക. ഒരു ഡിഫറെൻറ്റ് ഷോയാണ്, ഒരു ഗെയിം ഷോയാണ്. അപ്പോൾ അതിന് വേണ്ട കണ്ടസ്റ്റൻസും അങ്ങനത്തെ സാധനമായിരിക്കണം കൊടുക്കേണ്ടത്. മനസ്സിലായി. അവിടെ അല്ലാതെ നമ്മൾ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ മറ്റ് നാടകീയതകളും അല്ലെങ്കിൽ മണ്ടത്തരങ്ങളൊന്നും അല്ല അവിടെ വേണ്ടത്. മനസ്സിലായി. പക്ഷെ ഇതേപോലുള്ള കള്ളത്തരങ്ങളും നാടകീയതകളുമാണ് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സീസണിലെ ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ആണ് എല്ലാമെന്ന്. ഞാൻ തമ്മിൽ ഭേദം എന്നാണ് അപ്പോഴും പറഞ്ഞത്. കാരണം എല്ലാവരിലും ഉണ്ട് ജാസ്മിൻ കാണിച്ച കള്ളത്തരങ്ങൾ. അവിടെ കള്ളത്തരം കാണിക്കാത്ത ഒരാളും ഇല്ല. ഞാൻ പറഞ്ഞ തമ്മിൽ ഭേദമുള്ളവർക്ക് കൊടുക്കണം എന്നാണ് ആദ്യമേ പറഞ്ഞത്. ഈ സീസണിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ആണ് എല്ലാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ തമ്മിൽ ഒരാൾക്ക് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. മനസ്സിലായി. മൂക്കില്ലാത്ത രാജ്യത്ത് മുറിമൂക്കുള്ളവനും രാജാവാണ്. അങ്ങനെയാണെങ്കിൽ സഹി കെട്ടിട്ട് ജാസ്മിന് ട്രോഫി കൊടുക്കണം എന്ന് പറയുന്ന അതേ ഉള്ളൂ അവിടെ. ബെറ്ററായിട്ട് കളിച്ച ഒരാളാണ് ജിൻഡോ. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. മോക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ കാഴ്ചപ്പാട്. അതിലൊരിക്കലും ഞാൻ തെറ്റു പറയുന്നില്ല. അത് മസ്താനിയുടെ മാത്രം കാഴ്ചപ്പാടാണ്. ഇതെൻ്റെ കാഴ്ചപ്പാട്. ഓരോരുത്തർക്കും ഇപ്പം ചിലർ പറയും അർജുനൊക്കെ കൊടുക്കണ്ടുള്ളതെന്ന്. മനസ്സിലായോ? അത് അവരുടെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടല്ലേ പറയേണ്ടത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഉറപ്പായിട്ട് ജാസ്മിന് കിട്ടേണ്ട കപ്പായിരുന്നു അത്. സെക്കൻഡ് ജിൻഡോയ്ക്കും തേർഡ് അർജുനുമാണ്. അങ്ങനെയായിരുന്നു അത് വരേണ്ടത്. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്. എപ്പിസോഡുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. ബിഗ് ബോസിനകത്ത് പോയ ഒരാൾ എന്ന രീതിയിലും പറഞ്ഞു. 2 സീസണിൽ ഞാൻ പോയിരുന്നു, ചലഞ്ചറായിട്ട് ഞാൻ പോയിരുന്നു എന്നുള്ള രീതിയിലും എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണത്. ഇപ്പം ഇക്കയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജിൻഡോ എന്നൊരു വ്യക്തി വിന്നറായി? കാരണം പുറത്ത് നോക്കുമ്പോൾ അത്രയും സപ്പോർട്ടും അത്രയും നല്ല സപ്പോർട്ട് കിട്ടിയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജിൻഡോ. പക്ഷെ ജാസ്മിൻ എടുത്ത് നോക്കുമ്പോൾ ജാസ്മിന് ലാസ്റ്റ് സീസൺ എനിക്ക് തോന്നുന്നു ഗബ്രി പോയതിനു ശേഷം ആൾക്ക് കുറച്ച് സപ്പോർട്ട് വന്നെങ്കിലും രണ്ടാമത് ഈ ഗബ്രി റീ എൻട്രി ചെയ്തതിന് ശേഷം ഉള്ള സപ്പോർട്ടും കൂടി പോയതായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാലും നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് ജിൻഡോ. സപ്പോർട്ടും സപ്പോർട്ടില്ലായ്മയും എന്നുള്ള ആ ഒരു ഇത് തന്നെ നമുക്കത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സപ്പോർട്ട് കിട്ടി എന്നുള്ളത് സോഷ്യൽ മീഡിയ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ 3.5 കോടി ജനങ്ങളിൽ എത്ര പേരാണ് സോഷ്യൽ മീഡിയ കാണുന്നത്? പറയും. 3.5 കോടി ജനമുണ്ട്. അതിലൊരു 3 കോടി ആൾക്കാരാണ് ടി വി കാണുന്നത്. കൂട്ടി 1/2 കോടിയെ മാറ്റി വെക്കാം. അതിൽ എത്ര പേരാണ് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത്? പകുതിയുള്ള ആൾക്കാർ. ഒരിക്കലുമില്ല. പകുതിയോടെ ആൾക്കാർ കാണുമ്പോൾ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വ്യൂവർഷിപ്പ് എടുത്തു നോക്കും. നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു വ്യൂവർഷിപ്പ് എടുത്തു നോക്ക്. 1.5 കോടി ആൾക്കാർ കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് 1 മില്യൺ കടിക്കാം. എത്രയാണ് 1 മില്യൺ? 10 ലക്ഷം. ഞാൻ കോടിയുടെ കണക്കാവും. എൻ്റെ പൊന്ന് മസ്താനി. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയ അല്ല എൻഡ് ഓഫ് ദി ഡേ. സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ്. അതിൽ പക്ഷെ കുറച്ച് പേരുള്ളൂ. ഇപ്പോഴും മനസ്സിലാക്കേണ്ട സോഷ്യൽ മീഡിയയിൽ എല്ലാം ഒന്ന് സോഷ്യൽ മീഡിയ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മാധ്യമങ്ങൾക്കും എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. ലോക ജനതയെ കൊണ്ടുപോകാൻ പറ്റില്ല. ലോക ജനതയുടെ സ്പന്ദനങ്ങൾ ഇവിടെ അല്ല. മനസ്സിലായോ? അപ്പോൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. മനസ്സിലായി. പക്ഷേ ഈ ഇപ്പം ആ ഒരു തുടക്ക സമയത്ത് ഇപ്പം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ എല്ലാവരും ചേർന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മണ്ടൻ എന്ന് മുദ്ര കുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മുദ്ര കുത്തല്ല, അതൊരു ഗെയിമാണ്. മണ്ടൻ എന്ന് പറയുന്നത് ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. അല്ലാതെ അത് ആർക്കെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ ആ സാധനം. അപ്പം ഞങ്ങളുടെ സീസണിലും ഉണ്ടായിരുന്നല്ലേ മണ്ടൻ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. എന്തെല്ലാം സാധനം. അപ്പോൾ ആർക്കെങ്കിലും ഈ പോകുന്ന 16 പേരും എന്തായാലും അത്ര പേർ മണ്ടനാകുന്നെങ്കിൽ അവരെടുക്കില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഗെയിമിൽ അങ്ങനെ ഒരാൾക്ക് അത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള തമ്മിൽ ഇതായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല. അതിൻ്റെ പേരിൽ അയാൾ പരിപൂർണ്ണ മണ്ടനാന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പക്ഷേ പുള്ളിയെ മണ്ടനെന്ന് അതിൽ പറയാൻ കാര്യം, പുള്ളി ചില കാര്യങ്ങൾ മണ്ടത്തരം പോലെയല്ലേ അവിടെ പ്രവർത്തിക്കുന്നത്. എന്ത് കാര്യം? എത്രയോ കാര്യങ്ങൾ
ഇപ്പോൾ എന്താണ് ഒരു മറ്റേ ഫസ്റ്റ് വന്നിട്ട് പോയി ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ രതീഷ് വന്ന് ഒരു കണക്കിൻ്റെ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ സിമ്പിൾ, ആ കണക്ക് എത്രയാണെന്ന് ഓർക്കുന്നത്, 100ഉം 9ഉം 91 എത്രയാണെന്ന് വെച്ചാൽ 300 എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞ അതേ കണക്കൊരു സാധനം പുള്ളി പറഞ്ഞു, അങ്ങനെയാണോ? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, അങ്ങനെ അല്ലെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറിയൊരു മണ്ടത്തരമാണ്. പുള്ളിക്ക് അത് ബുദ്ധി ഒന്ന് ചിന്തിച്ച് എടുക്കാവുന്ന കാര്യമാണ്, ഒന്ന് കണക്കൂട്ടി എടുക്കാവുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കാര്യമുണ്ട്. പിന്നെ പുള്ളി ഒരു പഴം കഴിച്ചിട്ട് അതിൻ്റെ തൊലി എടുത്തെറിയുന്നു, മനസ്സിലായി? അത് പുള്ളിയുടെ ഭാഗ്യം കൊണ്ട് ആരെങ്കിലും വന്ന് തെറ്റി വീഴും അതിനകത്ത്. ഇപ്പോൾ കയ്യടി ഇദ്ദേഹത്തിന് കിട്ടുന്നു. ഇങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ട്. ഇപ്പം ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളിലും പറയുന്നുണ്ട്, കയ്യിലിട്ടിരിക്കുന്ന ഒരു റിങ് അത് ഇട്ടിട്ട് ഒരാൾ 3 വർഷമായിട്ട് പുറത്ത് പോയിട്ടുണ്ട്, അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിനും ആ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് ജിൻഡോനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജിൻഡോക്ക് കപ്പ് കിട്ടിയ ഒരു സമയത്ത് അതും ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കപ്പ് കൊടുത്തൂടെ? ശ്രീരേഖ അവിടെ ഏറ്റവും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരാളായിരുന്നല്ലേ ശ്രീരേഖ. അല്ല, ശ്രീരേഖ ഒരു ഗെയിമർ എന്ന നിലയിൽ പലപ്പോഴും ശ്രീരേഖ തന്നെ പല സാഹചര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കലിയുള്ള ടാസ്കുകൾ പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പം നിങ്ങൾ പറഞ്ഞ എന്താണ് ചോദ്യം, എന്താ പറയുക? ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് നോക്കിയിട്ട് പ്രൈസ് കൊടുക്കാനെങ്കിൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് ഇവർ രണ്ടുപേരും അല്ല, യാസ്മിനും അല്ല ജിൻഡോയും അല്ല. അവിടെ ബന്ധങ്ങൾ വില കൊടുക്കുന്ന എത്രയോ നമ്മൾ കണ്ടിരിക്കും. നമ്മൾ കണ്ണ് നിറഞ്ഞു പോയ കാര്യങ്ങൾ, ശ്രീരേഖയുടെ കാര്യം, കുറേ പേരുണ്ട്. അങ്ങനെ ബന്ധങ്ങൾ മാത്രമൊന്നും അല്ല. എല്ലാവർക്കും അവരുടെ അച്ഛനും അമ്മയും തന്നെ ഏറ്റവും വലുത്, മനസ്സിലായി? അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ വലുതാവും, അത് വലുത് തന്നെയാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് വന്ന സമയത്ത് ലൈവിൽ ജിൻഡോ ജയിക്കുന്ന 2 ടാസ്കുകൾ ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഷോ വന്ന സമയത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ടിക്കറ്റ് ടു ഫിനാലയിൽ ഈ ജാസ്മിൻ ഫൗള് കാണിക്കുന്ന കുറേ സിറ്റുവേഷൻ അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എടുത്ത് കാണിച്ചൊരു സാധനമാണ്. അപ്പം ഇങ്ങനെ ഫൗള് കാണിച്ച് ജയിക്കുന്നതാണ് ഒരു മാതൃക. നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് 1ഓ 2ഓ പ്രാവശ്യം നടന്ന കാര്യങ്ങളാണ്. ടോട്ടലി നമ്മൾ ഹ്യൂജായിട്ട് ഗെയിമുകളെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ തന്നെയാണ്. അതിൻ്റെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗെയിം അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്ന ഒരു സാബുവും ശ്വേതാ മേനോനും വന്നൊരു സംഭവം ഉണ്ടായിരുന്നു, വന്ന സംഭവം. അതിനകത്ത് ഇവള് റോബോട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, അത് കണ്ടിരുന്നു. റോബോട്ടായിട്ട് ചെന്നിട്ട് എനിക്ക് തോന്നുന്നു അതിലൊരു കുട്ടിയുടെ പേര് എനിക്ക് മറന്നു, റസ്മിൻ്റെ അടുത്ത് കിച്ചണിൽ ചെന്നിട്ട് ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഈ കുട്ടിയെ ഭയങ്കരമായി ഹേർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഗസ്റ്റ് വിളിക്കുന്ന ചെല്ലാൻ പറയും. പക്ഷേ ഇവർ ആ ക്യാരക്ടർ വിടാതെ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ കാരണം അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അത് പറയുന്നത്. എന്നിട്ടും ആ ക്യാരക്ടർ വിടാതെ ആ ക്യാരക്ടറിന് പൂർണ്ണമായി ആ ക്യാരക്ടർ നിന്നുകൊണ്ട് ആക്ട് ചെയ്തൊരു കുട്ടിയാണ്. അത് ചെറിയതല്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ പുറത്തിരുന്ന് കാണുമ്പോൾ എത്രത്തോളം അത് ഫീൽ ചെയ്യുന്ന അറിയത്തില്ല. അകത്ത് നിന്നിരുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കത് മനസ്സിലാകും. ചെറിയ കാര്യമില്ല, മനസ്സിലായോ? ആ കുട്ടിയുടെ കണ്ണ് നിറയുന്നത് ഒരിക്കലും അത് അഭിനയവുമല്ല. കാരണം അപ്പോൾ അത്രയും ആ ക്യാരക്ടർ വിടാതെ അതൊക്കെ ചെയ്ത ഏറ്റവും നല്ല ആക്റ്റുകളാണ് അതൊക്കെ. നമ്മൾ നല്ലതും പറയും, ഒരാളെക്കുറിച്ച് ചീത്ത മാത്രം പറയാം, നല്ലതും പറയും. അങ്ങനെയാണെങ്കിൽ ജിൻഡോനെ കുറിച്ച് എന്തുകൊണ്ട് നല്ലത് പറയുന്നത്? ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ലതല്ലേ? അതിപ്പോ ജാസ്മിൻ എനിക്ക് ഇഷ്ടമാണ്. അല്ല, ഞാൻ നല്ലത് പറഞ്ഞില്ലെന്നല്ലേ ഇപ്പം മസ്താനി പറയുന്നത്. ഞാൻ നല്ലത് പറഞ്ഞില്ലേ? എനിക്ക് ഇവൻ്റെ പല കാര്യങ്ങളും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, പക്ഷേ അപ്പോൾ സെക്കൻഡ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മേളിലാണ് ജാസ്മിൻ ചെയ്തത്. ഇവൻ എല്ലാം എനിക്ക് ജിൻഡോ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ആദ്യമേ ഔട്ടാക്കണമെന്ന് പറഞ്ഞാൽ പോലെ. എൻ്റെ ഫസ്റ്റ് തുടങ്ങിയ എപ്പിസോഡ് ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുമായിരുന്നു. എൻ്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആദ്യത്തെ ആഴ്ച ആർക്കും ജിൻഡോ ഇഷ്ടമല്ലാതിരുന്നൊരു സമയത്ത് പോലും ഞാൻ ജിൻഡോ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതേ വാക്ക് തന്നെ എൻഡ് ഓഫ് ദി ഡേ വരെ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഫിറോസ് ഖാഡ് ഒരു പാർട്ട്ണറാണ് ആ ജാസ്മിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ പുറത്ത് ഫിറോസ്ക്ക് ഉണ്ട്, അകത്ത് പോയിട്ട് ഇതേപോലുള്ള സ്ട്രാറ്റജി കാണിക്കുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടുന്നത് ഈ പറഞ്ഞ ലവ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ട്ണർക്ക് കപ്പ് കിട്ടണമെന്ന് ഫിറോസ്ക്ക് ആഗ്രഹിക്കൂ? അങ്ങനെ ഒരു പാർട്ട്ണർ അങ്ങനെ ചെന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഞാനെന്ന കാമുകൻ അല്ലെങ്കിൽ ഞാനെന്ന ഭർത്താവിന് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇവിടെ ഞാനൊരു കാഴ്ചക്കാരനാണ്. ഞാനെന്ന കാഴ്ചക്കാരിൽ നിന്ന് എനിക്കിത് പറയാൻ പറ്റും. ഒരു പക്ഷേ എൻ്റെ പാർട്ട്ണർ ജാസ്മിൻ അല്ലെ എൻ്റെ ലവറായിരുന്നു, അല്ലെങ്കിൽ നാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഹെയ്റ്റ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിൻഡോക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഇത്രയും വോട്ട് കിട്ടുന്നത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കുമല്ലോ. കാരണം ജാസ്മിൻ വോട്ട് കിട്ടിയില്ലെന്നാണോ അതിനർത്ഥം? കമ്പാരിറ്റീവ്ലി കുറവായിരുന്നല്ലോ. അത് നമ്മൾ അവർ പറയുന്നതല്ലേ. നമ്മളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞൊക്കെ തന്നെ, നമ്മൾ ഈ ബിഗ് ബോസ് തന്നെ എടുത്തോ, ഓരോ എവിക്ഷൻ വന്ന് ഔട്ടാവുന്നവരൊക്കെ ഇല്ലേ, അതിനേക്കാൾ ഒട്ടും ഗെയിം കളിക്കാത്തവരല്ലേ അവിടെ നിൽക്കുന്നത്. എത്രയോ നല്ല അവരെക്കാളും ആ നിൽക്കുന്നവരെക്കാളും ഗെയിം കളിക്കുന്നവർ ആദ്യം ഔട്ടായി പോകുന്നത്.
ജനങ്ങൾ മണ്ടല്ലല്ലോ. ജനങ്ങൾ ഒരിക്കലും ആ നിൽക്കുന്ന വെറുതെ പഴമൊഴി കണക്ക് നിൽക്കുന്നവർക്കായിരിക്കത്തില്ല വോട്ട് കൊടുത്തത്. എന്നിട്ട് എന്തുകൊണ്ട് അവരവിടെ നിൽക്കുന്നു? അപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, എല്ലാ സീസണും എടുത്തു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനവിധി പ്രകാരമാണ് ആൾക്കാർ ഔട്ട് ആകുന്നത്. ഞാൻ പറയുന്നതോ എനിക്ക് വിശ്വാസമല്ല, ലാലേട്ടൻ പറയുന്നതല്ല ഞാൻ വിശ്വസിക്കണമെന്നുണ്ട്. അപ്പൊ പ്രേക്ഷകർ മണ്ടന്മാരാക്കുവാണോ ബിഗ് ബോസ്? ഇപ്പം മസ്താനിയെ പോലെ ബാക്കിയുള്ളവരെ കൂടെ മണ്ടരാക്കുകയാണ്. എന്നെ മണ്ടരാക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി വിശ്വസിക്കുന്നത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ സാറ് നടക്കുന്നത്. ഇത് വേറൊരു ഗെയിമാണ്, ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട, എനിക്ക് കപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പറയാറില്ല. മനസ്സിലായ കാരണം ഞാൻ മറ്റൊരാളെ വിലയിരുത്തുന്ന അടിസ്ഥാനത്തിലും ഞാൻ ആ ഷോ കണ്ട അടിസ്ഥാനത്തിലുമാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായ ഉറപ്പായിട്ട് അത് ജാസ്മിനുള്ള കപ്പ് തന്നെയാണ്, അതെവിടെയും ഞാൻ അടിച്ചു തന്നെ പറയാം. ഈ പറഞ്ഞ ജാസ്മിൻ ലൈവിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ജിൻഡോക്ക് കപ്പ് കിട്ടിയാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗെയിമിന് അതായത് ബിഗ് ബോസിന് അകത്ത് നിന്ന് ചോദിച്ചപ്പോഴുള്ള ഉത്തരമായിരിക്കില്ല ഒരിക്കലും പുറത്ത്. അകത്ത് നിൽക്കുമ്പോൾ ഒരു ഗെയിമർ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ അതൊരു വ്യക്തിയായി മാറി, ജാസ്മിൻ എന്ന വ്യക്തിയായി മാറി. അതെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അകത്ത് നിൽക്കുന്നത് എന്താണ്? അകത്ത് നിങ്ങൾക്ക് ഗെയിമർ അപ്പം പറയാൻ പറ്റുമോ ഞാനല്ല ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാൻ പറയാൻ പറ്റുമോ? ആ ചോദ്യം തന്നെ മസ്താനിയുടെ തെറ്റാണ്. അല്ലല്ല ആണ് ഞാൻ പറയുന്നതാണെന്ന് ഞാൻ പറയുന്നല്ലാന്ന് ഞാനല്ലേ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് തെറ്റായ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയണ്ടേ തെറ്റാണ്? ഫിറോസ് കെയുടെ ആൻസേഴ്സും തെറ്റാന്ന് ഞാൻ പറഞ്ഞോ. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ പറയും തെറ്റാണെന്ന് പറഞ്ഞോളൂ. ഫിറോസ് കെയുടെ ഒരു എന്താ പറയാ, ഫിറോസ് കെയുടെ എന്താ സ്വാർത്ഥത പ്രകാരം ഇന്ന വ്യക്തി ജയിക്കണം എന്ന് പറയുന്നതും നിങ്ങളുടെ എനിക്ക് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ എന്റെ കാഴ്ചപ്പാട് എന്റെ സ്വാർത്ഥതയല്ലേ? അപ്പൊ എന്റെ കാഴ്ചപ്പാട് അതിനല്ലേ ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ തന്നത്. ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു? ഈ ഇന്റർവ്യൂ നീ ഇറങ്ങിപ്പോയില്ലല്ലോ. ഞാൻ ആ ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടി ഇരിക്കുകയാണ്. മനസ്സിലായോ? തെറ്റിനെ പക്ഷെ തെറ്റായിട്ട് മസ്താനി ചോദിക്കുന്ന എല്ലാം ശരിയാണെന്ന് പറയണമെന്നില്ല. പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞ എന്താണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു നിർത്തി എന്താണ് ആ ചോദ്യത്തിൽ? അകത്തിരുന്ന ജാസ്മിൻ ലൈവില് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ജിൻഡോക്ക് കപ്പ് കിട്ടുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഗെയിമർ എന്ന രീതിയിൽ അത് ഗെയിമർ എന്ന രീതിക്കാക്ക് എങ്ങനെ അറിയാം? എടാ ഞാൻ അതിനകത്ത് പോയ ആളല്ലേ, ഞാൻ ഗെയിം കളിക്കാൻ പോയ ആളല്ലേ. ഇപ്പൊ മസ്താനെ കാട്ടി എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ലേ? ഞാൻ അതിനകത്ത് പോയ ആളാണ്, ബിഗ് ബോസിനകത്ത്. അത് 2 സീസണിൽ പോയ ആളാണ്. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ അത്? ഒരു ദിവസം ബിഗ് ബോസ് പോയിട്ടുണ്ടോ മസ്താനി? ഞാൻ പോയിട്ടില്ല. അതിന് പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പുറത്തുള്ള കാര്യം മാത്രമേ അറിയോ, അകത്ത് എന്താ നടക്കുന്നത്, അകത്തെ രീതികൾ എങ്ങനെയാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എനിക്കത് ആധികാരികമായിട്ട് പറയാൻ പറയുന്നത്. എന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചത് പോലും എന്തുകൊണ്ടാണ്? ഞാൻ അകത്ത് പോയൊരു വ്യക്തി എന്നുള്ളത്, ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് എന്ന രീതി കൊണ്ടാണല്ലോ നിങ്ങൾ വിളിച്ചത്. മനസ്സിലായി? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ അതിപ്പം ബിഗ് ബോസിനെ സംബന്ധിച്ച് എനിക്ക് മസ്താനിയെ കാട്ടി എനിക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. മനസ്സിലായി? അതിനകത്ത് നടന്നത് ഒരു ഗെയിം രീതിയിൽ പറഞ്ഞു. പുറത്ത് വന്ന് ആ കുട്ടി പറഞ്ഞത്, പുറത്ത് വരുമ്പോൾ ആ കുട്ടി ജാസ്മിൻ എന്ന വ്യക്തി, ആ കുട്ടിക്ക് സന്തോഷമുണ്ട്, അതിന് നമ്മൾ കൈയടിക്കല്ലേ വേണ്ടത്? ആ കുട്ടിക്ക് കിട്ടാനുള്ള കപ്പ് വേറെ ആൾക്ക് കിട്ടിയിട്ട് പോലും അതിനെ തെറ്റ് പറയാതെ പറയുമ്പോൾ ആ കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അല്ല 2 സ്ഥാനമൊന്നുമല്ല. നിങ്ങൾ എന്തുകൊണ്ട് പോസിറ്റീവ് മനസ്സിലാക്കുന്നത്, ഒരാളുടെ നെഗറ്റീവ് മാത്രം എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞത് ജിൻഡോന് ഇഷ്ടമാണെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? പോസിറ്റിവിറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെല്ലാം പറയാം, പോസിറ്റിവിറ്റി പറയല്ലേ? നല്ല കിടിലം ബോഡിയാണ് അവന്റെ, നല്ല പോസിറ്റീവ് അല്ലേ അത്? അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ സുന്ദരിയാണെന്ന് ഞാൻ പറയാം, പോസിറ്റീവ് ആണ്. നിങ്ങൾ എന്റെ അടുത്തല്ലേ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താണ് മസ്താനി? നിങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എൻ്റെ അടുത്താണ് പറഞ്ഞത് പോസിറ്റീവ് നെഗറ്റീവിനെ കുറിച്ച്. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞതൊന്നും അല്ല ഞാൻ പറയുന്നത്. എൻഡ് ഓഫ് ദി ഡേ ആ കുട്ടി അങ്ങനെ മൈനസ് എനിക്ക് അവർക്ക് കാണിക്കാതിരിക്കായിരുന്നല്ലോ. അത് ആ കുട്ടി വേറെ എന്തെല്ലാം ആക്ട് ചെയ്തത് കാണിക്കാമല്ലോ. അവർ വെച്ച് ബിസിനസ് ചെയ്ത് കൊണ്ടുവന്നത് ആ വ്യക്തിയെ തന്നെയാണ്. പക്ക ബിസിനസ് ചെയ്തത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് ചെയ്തത്. ആ ബിസിനസ് ചെയ്ത് ഇത്രയും ഫുൾ സ്ക്രീൻ സ്പേസും കൊടുത്തിട്ട് വളരെ സേഫായിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു നല്ല വ്യക്തിയായിട്ട് അവതരിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ അവതരിപ്പിച്ചിട്ട് അയക്കൊണ്ട് കപ്പ് കൊടുക്കുക എന്നത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നത് വേറെ കാഴ്ചപ്പാടിൽ കൂടിയാണ്. എനിക്ക് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഇനി പക്ഷേ ഞങ്ങൾ കാണുമോ സംസാരിക്കുമോ എനിക്ക് പേഴ്സണലി യാതൊരു ബന്ധവുമില്ല ജാസ്മിനുമായിട്ട്. മനസ്സിലായി? അല്ലെങ്കിൽ ജിൻഡോ ആയിട്ട് അല്ല ആരുമായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ആരുമല്ല ഇവർ. ഞാൻ പറയുന്ന ഗെയിം അറിയാവുന്നത് കൊണ്ടും ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ്. അതാണ് ഞാൻ ഇത്ര ഇതാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സോഷ്യൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി വരുന്ന ഒരാളാണ് ഫിറോസ് ഖാൻ. അങ്ങനെയാണ് പിന്നെ എന്റെ ചാനലിൽ എനിക്ക് അങ്ങ് പൊക്കി വന്നൂടെ ഇടയ്ക്കിടയ്ക്ക്? എനിക്ക് ഇത് മാത്രമല്ല, അത് പൊങ്ങുന്നില്ലാത്തത് കൊണ്ടായിരിക്കും. അതങ്ങനെ പൊങ്ങുന്നില്ല. കണ്ടോ, ഞാൻ ഒരു സാധനം എൻ്റെ യൂട്യൂബിൽ ഇടുന്നില്ലല്ലോ. ഞാൻ അങ്ങനെ പൊങ്ങുന്നില്ലെന്ന് എങ്ങനെ അറിയാം? അത് മാത്രമാണോ എൻ്റെ മേഖലകൾ? ഇത് മാത്രമല്ലല്ലോ. എനിക്ക് ഒരുപാട്, അതായത് ഇതിനകത്ത് ചെയ്യാൻ എനിക്ക് 4 ഡാൻസ് ചെയ്തിട്ടോ ഇതിനെക്കാട്ടി വ്യൂവർഷിപ്പ് കിട്ടുമല്ലോ. എനിക്ക് വേറെ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ പൊക്കി വരേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പം കപ്പ് കിട്ടാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഫിറോസ് ഖാൻ ഇപ്പോഴും. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്ത്? ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ഫ്രസ്ട്രേഷൻ ആണ്. എനിക്ക് എന്തിനാണ്? ജാസ്മിൻ എൻ്റെ ആരാണ്? അല്ല, ഇപ്പൊ താങ്കൾ ഉണ്ടായിരുന്ന സീസൺ 3 താങ്കൾക്ക്
താങ്കളുടെ പെർഫോമൻസ് വെച്ചിട്ട് ഒരു സ്വീകാര്യത താങ്കൾ പ്രതീക്ഷിച്ചത് കിട്ടാത്തതിന്റെ ഒരു അതെങ്ങനെ? ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം സ്വീകാര്യത എനിക്ക് കിട്ടിയതാണെന്നല്ലേ. ഏറ്റവും കൂടുതൽ ആർമികളുള്ള ഏറ്റവും കൂടുതൽ വോട്ട് നിൽക്കുമ്പോഴാണല്ലോ. നിങ്ങൾ ആ ബിഗ് ബോസ് കണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനേക്കാളും ഹയസ്റ്റ് വോട്ടായിരുന്നു എനിക്ക്. പിന്നെ എന്തുകൊണ്ട് ഔട്ടായി? അതല്ലേ ജനങ്ങൾ മൊത്തം ചോദിക്കുന്നവർ എന്തുകൊണ്ട് ഔട്ടായി. ഞാനൊന്ന് ചോദിക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് വേണ്ടി ഞാൻ വാദിച്ചിട്ടുണ്ടോ? അങ്ങനെ വാദിക്കത്തില്ല. ഞാൻ എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളല്ല. ഇത് ഞാൻ മറ്റൊരു കണ്ടസ്റ്റന്റിനെ കിട്ടാത്തതന്നെയാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാലേട്ടൻ എന്നെ കൊണ്ടൊരു വാതുറപ്പിച്ചൊരു വാക്ക് പോലും ചോദിച്ചില്ല. അത്രയും പേർക്ക്. സാധാരണ നമ്മൾ ഒരു കോർട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഒരു ജഡ്ജ് തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു വ്യക്തിയെടുത്ത് വരെ ചോദിക്കും, നിങ്ങൾ ഒരു പ്രതിയെടുത്ത് വരെ ചോദിക്കും, നിങ്ങൾക്ക് അവസാനമായി പറയാൻ വല്ല വാക്കുണ്ടോ? ഒരിക്കലും എനിക്ക് അന്ന് വാതുറക്കാൻ നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് പറയാം. കാരണം ഞാൻ വാതുറന്നാൽ അവിടുത്തെ കളികൾ മൊത്തം പുറത്താവുമെന്നറിയാം. അത് അവരുടെ ഗെയിമാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവർക്കൊരു ഗെയിമുണ്ട്. എല്ലാ പ്രാവശ്യവും ഈ വിൻ ചെയ്യുന്നവരെല്ലാം യഥാർത്ഥ വിന്നർ അല്ല. അത് മനസ്സിലാക്ക്. ഈ എല്ലാ പ്രാവശ്യം വിൻ ചെയ്യുന്നല്ല. ഇപ്പം എന്താണ് ദിൽഷയായിരുന്നു ആ സീസണിലെ മെയിനായിട്ട് നിന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. ഒരിക്കലുമല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലുമല്ല. അത് കണക്ക് മണിക്കുട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ഓരോ സീസണിൽ ചിലരൊക്കെ ഉള്ളൂ. ഇപ്പം സാബു, ഓക്കെ, സാബുവും പേളിയായിരുന്നു അവിടെ. അപ്പോൾ സാബുവിന് കൊടുത്താലും കുഴപ്പമില്ല. അഖിലിൻ്റെ സീസണിൽ വേറെ ആരും നല്ല ഗെയിമേഴ്സ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അഖിലിന് കിട്ടിയത്. അപ്പോൾ ചില സീസണിൽ നമ്മൾ കറക്റ്റ് ഡിസേർവ്ഡ് ആവുന്ന ആൾക്കാർക്കല്ല കൊടുക്കുന്നത്. അത് എപ്പോഴും മനസ്സിലാക്കുക. ഒരു ടീം ചെയ്യുന്നതോ ഒരാൾ ചെയ്യുന്നതോ മാത്രം ശരിയാണ്, അല്ല അവർ പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള ധാരണ തെറ്റാണ്. അതാദ്യം മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ സീസൺ പുറത്തിറങ്ങുന്ന സമയത്ത് പ്രതികരിക്കാതെ ഇത്രയും കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ സീസൺ ഞാൻ ഇപ്പോഴും പ്രതികരണമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നിങ്ങൾ കാണാത്തത് എൻ്റെ കുറ്റം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ടിട്ട് വന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ അന്നും പറഞ്ഞു, നിങ്ങൾ എൻ്റെ പഴയ പല കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ മതി. ഇതേ കാര്യം ഞാൻ അന്നും പറഞ്ഞു. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പ് കിട്ടണമെന്നല്ല അന്നൊന്നും പറഞ്ഞത്. എന്തിനാണ് എന്നെ ഔട്ടാക്കിയത്? അത് ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. അത് എത്രയോ ജനങ്ങൾക്ക് ഇന്നും അത് സംശയമാണ് എന്തിനാണെന്നുള്ളത്. അതാണ് അവരുടെ ഗെയിം. മനസ്സിലായോ? അതാണ് അവരുടെ വൃത്തികെട്ട ഗെയിം. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറഞ്ഞത്. ഇതും കറക്റ്റ് അവർക്ക് വേണ്ട സാധനമല്ല അവിടെ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ?